ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ഡ്രൈവിംഗ് ലൈസൻസിലെ എങ്ങനെയാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ചേർക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ലിങ്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് sarathi.parivahan.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വരിക എന്നുള്ളതാണ്. ഇവിടെ വന്ന ശേഷം ഇവിടെ അതേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രൈറ്റീരിയ എന്നുള്ള ഭാഗത്ത് ലേണേഴ്സ് ലൈസൻസ് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, കണ്ടക്ടർ ലൈസൻസ് ഉണ്ട്. നമുക്കിപ്പം ചെയ്യേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസിലാണ്. അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് ലൈസൻസ് ഇഷ്യൂ ഡേറ്റും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും. ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു KL കൂട്ടിയിട്ടായിരിക്കും നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം KL, അതിനുശേഷം RTO നമ്പർ, അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്ത വർഷം, അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ. ഡ്രൈവിംഗ് ലൈസൻസിന്റെ നമ്പർ എന്ന് പറയുമ്പോൾ അതിൽ 7 അക്കം വന്നിരിക്കണം. അതായത് അയാൾക്ക് ഇപ്പം 3 അക്കമാണ് ഡ്രൈവിംഗ് ലൈസൻസിൽ ഉള്ളതെങ്കിൽ അതിന്റെ മുന്നിൽ 4 0 കൂട്ടണം, 2 അക്കമാണെങ്കിൽ 5 0 കൂട്ടണം, 4 അക്കമാണെങ്കിൽ 3 0 കൂട്ടണം. ആ ഒരു രീതിയിൽ 7 അക്കം വരുന്ന രീതിയിലായിരിക്കണം അത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സോ ആദ്യം തന്നെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള കോളത്തിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അപേക്ഷിക്കുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ആ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ആളുടെ പേര് ഇവിടെ കാണിക്കും. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പുതുതായിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേ നമ്പർ തന്നെ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ റീസൺ എന്നുള്ള ഭാഗത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ന്യൂ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പുതിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP പോകുന്നതാണ്. അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പ്രൊസീഡ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈസൻസിന്റെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നതാണ്. ഈ രീതിയിലാണ് ഒരു ഡ്രൈവിംഗ് ലൈസൻസിൽ നമ്മൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നത്.